കലത്തപ്പം കഴിക്കാത്തവർ കുറവായിരിക്കും അല്ലേ. ഇന്ന് കലത്തപ്പമല്ല, ഒരു കുക്കറപ്പാണ് കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതിനെ കുക്കറപ്പം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഞാനത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പച്ചരി അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ഡയറക്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ പച്ചരിയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അല്പം മാത്രം വെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് അതിന് ഏറ്റവും പാകം. ഇനി നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കര എടുത്തിട്ട് നമുക്ക് അതൊന്ന് പാനിയാക്കിയിട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഒരു ശർക്കര എന്ന് പറയാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടയായിരുന്നു, അതുകൊണ്ടാണ് ഞാനതിട്ടത്. നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് പാകം എന്ന് നോക്കിയിട്ട് അങ്ങനെ ശർക്കര ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇതേ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് വേണ്ടത്. ഞാനത് ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ചുവന്ന ഉള്ളിയാണ്. അത് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ ശർക്കരപ്പാനി എന്തായി നോക്കാം. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി അലിഞ്ഞ് കിട്ടാനുണ്ട്. ആ സമയം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ഏകദേശം ഈ ഒരു പരിവായിട്ടുണ്ട്. നല്ലോണം വെള്ളം വറ്റിച്ചെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ നമ്മുടെ ആ മാവിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചൂടാറാൻ നിൽക്കണം എന്നില്ല. നമ്മുടെ അടുപ്പത്തു നിന്ന് എടുത്ത അതേ സ്പീഡിൽ തന്നെ നമുക്ക് ഈ അരി അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു അരിപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മിക്കവാറും ഈ ശർക്കര കലങ്ങി വരുമ്പോഴത്തേക്ക് അതിൽ കല്ലോ അല്ലെങ്കിൽ വല്ല നാരൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അരിപ്പ് ഉപയോഗിച്ച് അതിനെ അരിച്ച് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ സമയത്ത് നമുക്കൊന്ന് നാവിൽ വെച്ച് നോക്കാം അതിൻ്റെ മധുരം എങ്ങനെയാണ്, ഉപ്പൊക്കെ. അതിനനുസരിച്ചിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ കുറച്ച് വളരെ അല്പം ബേക്കിംഗ് സോഡ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കുക്കറ് വെച്ച് അത് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പുറമെ കുറച്ച് നെയ്യും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു ടേസ്റ്റിനും അത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമുക്ക് എണ്ണ ചൂടായി വന്നാൽ തേങ്ങാക്കൊത്തും ചുവന്നുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ അത് അവിടെ ഇവിടെയും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഈ ഒരു കളറ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പാകമായി. രണ്ടും കൂടി ആ നെയ്യിലും വെളിച്ചെണ്ണയിലൊക്കെ ഉള്ള ആ ഒരു മണം നമുക്ക് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. വളരെ കട്ടി കുറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ബേക്കിംഗ് സോഡ ഇട്ടുള്ളത് കൊണ്ട് തന്നെ അത് പൊന്തി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നന്നായി അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഇതുപോലെ അരി മുക്കുന്നൊക്കെ ഇങ്ങനെ കുമിള വരാൻ തുടങ്ങി നമുക്കത് കുക്കർ വെച്ച് മൂടി വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിസിൽ നമ്മൾ മാറ്റണം. വിസിൽ മാറ്റിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കുമിളകൾ ഇതുപോലെ വരാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവി വരാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ ആവി വരുമ്പോഴത്തേക്ക് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ആവി വരുന്ന സമയത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് എന്ത് വേണം, ഒരു 2 മിനിറ്റ് അതങ്ങനെ തന്നെ വെച്ചിട്ട് പതുക്കെ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ടമ്മയ്യേ? രസമുണ്ട്.